യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ഈ 2025 8-ാം മാസത്തേക്കുള്ള ദൂതാണിത്. ആമേൻ. ഈ ഉപവാസത്തിന്റെ അവസാനത്തെ ദിവസത്തേക്കുള്ള ദൂതല്ല, ഈ മാസത്തേക്കുള്ള ദൂതാണ് ഈ ആരംഭിച്ച ഞായറാഴ്ച ഞാൻ പറയുന്നത്. കപ്പലും എത്ര വലിയത് ആയാലും കൊടുങ്കാറ്റ് അടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. ഞാൻ ഈ ഭാഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ മാസത്തേക്ക് ഉള്ളൊരു ദൂത് ഞാൻ കൈമാറട്ടെ. ഈ 8-ാം മാസം ദൈവം ചിലരെ തിരിക്കുന്ന മാസമാണ്. ദൈവം ചിലരെ തിരിക്കുന്ന മാസമാണ്. ഹല്ലേലൂയ. ഈ ഉപവാസത്തിന്റെ ആരംഭ ദിവസവും ഞാൻ പറഞ്ഞ വാക്കിതാണ്. ഹല്ലേലൂയ. ഇത് തിരുവിന്റെ മാസമാണ്. ദൈവം ചിലരെ തിരിക്കുന്ന മാസമാണ്. ഇന്നലെ വരെ നീ എങ്ങനെ ആയിരുന്നു, അതിൽ നിന്ന് ദൈവം ഇതുവരെ നീ പോകാത്തൊരു തലത്തിലേക്ക്, ഇതുവരെ നീ തിരിയാത്തൊരു തലത്തിലേക്ക് ദൈവം നിന്നെ ഈ മാസത്തിന്റെ ആരംഭ ഞായറാഴ്ച ദൈവാത്മാവ് ദൂതായി വരുന്നു. ദൈവം ചിലരെ തിരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സത്യത്തിൽ കേൾക്കുക. നീ എത്ര വലിയ കപ്പലാണേലും, കേൾക്കുന്നുണ്ടോ? നീ എത്ര വലിയ കപ്പലാണേലും, നീ എത്ര വലുതാണേലും, ഞാനിങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, നീ എത്ര ചെറുതാണേലും, ഹലോ, നീ എത്ര വലുതാണേലും, നീ എത്ര ചെറുതാണേലും, ഇന്ന് പകൽ കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ഞാൻ നിന്നെ തിരിക്കാൻ പോകുന്നു. ഏറ്റെടുക്കാമോ? നമ്മളിങ്ങനെ ഓരോ പ്ലാൻ ചെയ്ത ഓരോ ദിവസം പോകുന്നേ. ആമേൻ. ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ആയിത്തീരണം. നമ്മുടെ പ്ലാൻ അല്ല. നേരത്തെ നാം കേട്ടതുപോലെ കുശവന് ഇഷ്ടമുള്ളത് പോലെ കളിമണ്ണ് പണിയുന്ന ഒരു നല്ല കുശവൻ ഇന്ന് പകരുടെ വന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു അമരക്കാരൻ ഇന്ന് പകരുടെ വന്നിട്ടുണ്ട്. അവൻ ഇന്ന് പകൽ തനിക്ക് ഈ 8-ാം മാസത്തിൽ നിന്റെ ആത്മീക ജീവിതത്തെ, നിന്റെ ശുശ്രൂഷകളെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയുടെ ഫ്യൂച്ചറിനെ അവൻ തിരിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ തിരിക്കുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ 7 മാസം നീന്റെ കപ്പൽ സഞ്ചരിച്ചത് പോലെ അല്ല. ഈ 8 മാസത്തിൽ എന്റെ ദൈവം, എന്റെ കർത്താവ് ഈ അമരക്കാരൻ തനിക്ക് ബോധിച്ചത് പോലെ ഇങ്ങനെ പോകാനല്ലല്ലോ ഞാൻ ആരംഭിച്ചേ, ഇങ്ങനെ ആകാനല്ലല്ലോ ഞാൻ ചിന്തിച്ചേ, ഇങ്ങനെ ഈ വഴി പോകാനല്ലല്ലോ ഞാൻ വിചാരിച്ചേ എന്ന് പോലും ചിന്തിക്കത്തക്ക രീതിയിൽ നീ അറിയാത്ത ഒരു ദിക്കിലേക്ക് ദൂത് മനസ്സിലായോ? ഇന്നത്തെ ദൂത് മനസ്സിലായോ? നീ അറിയാത്ത ദിക്കിലേക്ക്, നീ ഇതുവരെ തിരിയാത്തൊരു ദിക്കിലേക്ക്, നീ ഇതുവരെ പ്രവേശിക്കാത്ത ഒരു ദിക്കിലേക്ക്, നീ ഇതുവരെ സഞ്ചരിക്കാത്ത ഒരു ദിക്കിലേക്ക് ദൈവം ഇന്ന് വരെ തിരിയാൻ റെഡിയാണ്, തിരിയാൻ തയ്യാറാണ്. അമരക്കാരൻ നിന്നെ തിരിക്കുന്നു. നീ എത്ര വലിയ കപ്പലാണേലും, നീ എത്ര ചെറിയ കപ്പലാണേലും, അമരക്കാരന് വേദിച്ച ദിക്കിലേക്ക് Tagamana ragasi regajala hature regasi antara regal kamana
വിശ്വസിച്ചേ, വിശ്വസിച്ചേ, വിശ്വസിച്ചേ. ഓ, ഏതോ ഒരു ദൈവത്തിന് ബോധിച്ച ദിക്കിലേക്ക്, ഹല്ലേലൂയ, എനിക്ക് ബോധിച്ച ദിക്കിലേക്കല്ല, അവൻ എനിക്ക് ബോധിച്ച ദിക്കിലേക്കല്ല നിങ്ങളുടെ ദൈവം തിരിക്കാൻ പോകുന്നത്. ദൈവമക്കളെ, അവൻ എനിക്ക് ബോധിച്ച ദിക്കിലേക്കല്ല, ഹല്ലേലൂയ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ബോധിച്ച ദിക്കിലേക്കല്ല. യേശു വന്നിട്ടുണ്ട്. ഒരു prophetic വേർഡായി ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ. 7 മാസം നീ കണ്ടിട്ടില്ലാത്ത ഒരു തിരിവ് ഈ 8 മാസത്തിൽ കർത്താവ് നിനക്ക് തരുന്നു. കർത്താവ് നിനക്ക് തരുന്നു. കർത്താവ് നിനക്ക് തരുന്നു. ഓ ഹല്ലേലൂയ. എന്താ എന്റെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് പോലും നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു തിരിവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. പല ആവർത്തി ഞാൻ ഇവിടെ പറഞ്ഞൊരു വാക്കാണ്. 12 കാളയുമായി, അതിൽ 12ാമത്തേതുമായി ഉഴുതുകൊണ്ടിരുന്ന ഏലീശയുടെ മേൽ ഒരു പുതപ്പ് വീണതും അവൻ തിരിഞ്ഞു. 12 കാളയെ മേയ്ക്കുന്നവൻ അതിനെ കൊണ്ട് ഉഴുന്നവനായിരുന്നു ഇന്നലെ വരെ. എന്നാൽ ഒരു പ്രവാചക ഗണത്തിൽ അതിന്റെ ലീഡർഷിപ്പിലേക്ക് ഏലീശയെ തിരിക്കാൻ എനിക്കറിയില്ല ആരെയൊക്കെ ദൈവം തിരിക്കുന്നു. ഇതെന്താ സംഭവിക്കുന്നത് നിനക്ക് പോലെ മനസ്സിലാകാൻ തിരിയുകയോ? യേശുവിൻ നാമത്തിൽ ഈ പ്രോഫസിയെ ഞാൻ ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുന്നു, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഒരു വലിയ തിരിവ്. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ദിക്കിലേക്ക് ഭാവിക്ക് ആ കരങ്ങൾ അടിച്ച് സ്വീകരിക്ക്, ആ കരങ്ങൾ അടിക്ക്, പ്രതികരിക്ക്, വായികളെ തുറക്ക്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ടിട്ട് കുറെ നാളായില്ലേ, ശുശ്രൂഷ തുടങ്ങിയിട്ട് കുറെ വർഷമായില്ലേ, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തൊരു തിരിവ്, ഇതുവരെ നീ പ്രാപിച്ചിട്ടില്ലാത്ത തിരിവ്, ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ തിരിവ്. പ്രതികരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇച്ചിരി കയറി പറയാം. ഇന്നലെ ചില കാറ്റുകളാണ് നിന്നെ നിയന്ത്രിച്ച്, പല കാറ്റുകളും നിന്റെ കുടുംബത്തിൽ അടിച്ചു, പല കാറ്റുകളും നിന്റെ ജീവിതത്തിൽ അടിച്ചു. പക്ഷെ നീ ഏത് ദിക്കിലേക്ക് പോകണമെന്ന് കാറ്റല്ല തീരുമാനിക്കുന്നത്. പിടിച്ചോ. യേശുവിന്റെ നാമത്തിൽ മന്ത്രവാദി അടിച്ചുവിട്ട കാറ്റ്, പാരമ്പര്യ ശക്തികൾ അടിച്ചുവിട്ട കാറ്റ്, കുടുംബപരമായ കാറ്റുകൾ, ശക്തികൾ അഴിച്ചുവിട്ട ആ കാറ്റല്ല നീ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് പകൽ അമരക്കാരൻ തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് നീ എന്ന പടകിനെ, നീ എന്ന കപ്പലിനെ അവൻ തിരിക്കാൻ പോകുന്നു. മനസ്സി കുറെ നാളുകൾ കൊണ്ട് കുടുംബത്തെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ്, ഒരു കാറ്റ് ശാന്തമാകുമ്പോൾ മറ്റൊന്ന് പലപ്പോഴും നിന്നെ വലയ്ക്കുന്നൊരു കാറ്റ്, നിന്റെ പടകിനെ തകർത്ത് കളയാൻ നിനക്കെതിരെ പിശാച് അഴിച്ചുവിട്ട ഏതോ കാറ്റ്, ആ കാറ്റ്
കാറ്റല്ല തീരുമാനിക്കുന്നേ. നീ എന്ന കപ്പൽ, നീ എന്ന പടവ് എങ്ങോട്ട് തിരിയണമെന്ന് നീ അല്ല തീരുമാനിക്കുന്നേ. ഞങ്ങൾ എങ്ങോട്ട് തിരിയണമെന്ന്, ഞങ്ങൾ ഏത് ദിക്കില് തിരിയണമെന്ന് ഇന്ന് പകൽ അമരക്കാരൻ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. പല കുടുംബങ്ങളുടെയും, പല ജീവിതങ്ങളുടെയും, പല തലമുറകളുടെയും നിന്റെ ഭാവിയുടെ നിയന്ത്രണം ഈ അമരക്കാരൻ. അസാധാരണമായ ഒരു ദൈവശക്തിയുടെ കൈമാറ്റം, അസാധാരണമായ ഒരു ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് ദൈവസഭ പ്രവേശിക്കുന്നു. ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക്, അമരക്കാരന്റെ നിയന്ത്രണത്തിലേക്ക് പല വ്യക്തികളും നിനക്കെതിരെ അടിച്ചതിലെ കാറ്റുകൾ ഇന്ന് വരെ ശാസിക്കപ്പെടുന്നു. കർത്താവരോട് പറയുന്നു, നാളുകൾ കൊണ്ട് നിന്റെ വീട്ടിനകത്ത് അടിച്ചോണ്ടിരിക്കുന്നു ഏതോ ഒരു കാറ്റ് ഇന്ന് വരെ സ്വർഗ്ഗമതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ദൈവത്തിന്റെ പരിചയം എന്ന പോലെ, പരിചയം എന്ന പോലെ എനിക്കറിയില്ല, ഏതോ ഭാഗത്തുനിന്ന് പലപ്പോഴായി പല നാളായി ഇതെവിടമായി കാറ്റ് വരുമെന്ന് അറിയുന്നില്ല. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു ഏതോ കാറ്റിനെ ഇന്ന് വരെ സ്വർഗ്ഗം ബ്ലോക്ക് ചെയ്യുന്നു. കൈ കൊടുത്ത് പറഞ്ഞേ, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് കാറ്റല്ല, നിന്റെ ഭാവി തീരുമാനിക്കുന്ന അടിച്ച കാറ്റല്ല. ഓ, നിന്റെ കുടുംബം എങ്ങോട്ട് തിരിയണമെന്ന് തീരുമാനിക്കുന്നത് ആ കാറ്റല്ല, ആടിച്ച കാറ്റല്ല. ആവന്ന പ്രതികൂലമല്ല ദൈവമക്കളെ, ആവന്ന പ്രശ്നമല്ല. നീ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് ഒരമരക്കാരൻ നടക്കുന്നുണ്ട്, ഒരമരക്കാരൻ നടക്കുന്നുണ്ട്. അവന്റെ പേര് യേശു. വിളിച്ചു പറ, യേശുവാ തീരുമാനിക്കുന്നത് എന്റെ കുടുംബം എന്താകണമെന്ന്, യേശുവാ തീരുമാനിക്കുന്നത് എന്റെ ഭാവി എന്താകണമെന്ന്. പകൽ എന്റെ റെഫറൻസിലില്ലാത്തൊരു ദൂത് ദൈവം എന്റെ ഉള്ളത്തിൽ തരുന്നു. ചിലരൊക്കെ ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുക, ചിലർക്കൊക്കെ നീ പ്രാർത്ഥിക്കുന്നു ഇഷ്ടപ്പെടുന്നില്ല. വാനിയലേ, യെരൂശലേമിന്റെ നേർക്ക് കിളിവാതിൽ തുറന്നു. നിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതിനെ പൊളിക്കാൻ, ആ പ്രാർത്ഥന ജീവിതത്തെ തകർക്കാൻ ചില സിംഹത്തിന്റെ ഗുണങ്ങൾ നിനക്കെതിരെ, ചില രേഖകൾ നിനക്കെതിരെ ശത്രു കരുവപ്പ്. കിട്ടിയോ? ഈ ദൂത് കിട്ടിയോ?
ഇന്ന് പകല് നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിലുള്ള നിന്റെ പ്രാർത്ഥനയെ തകർക്കാൻ, നിന്റെ പ്രാർത്ഥനയെ തകർക്കാൻ, നിന്റെ ദൈവവചന ധ്യാനത്തെ തകർക്കാൻ, ചില വെളിപ്പാടുകളെ തകർക്കാൻ, നിനക്കെതിരെ എഴുതിയ രേഖകളും ചില ഗൂഢാലോചനകളും ഇന്ന് പൊട്ടുന്നു. അവരല്ല തീരുമാനിക്കുന്നത് നീ പ്രാർത്ഥിക്കണോ വേണ്ടെന്ന്, അവരല്ല തീരുമാനിക്കുന്നത് നീ തീരണോ വേണ്ടെന്ന്. തിരിയുന്നു സിംഹത്തിന്റെ വായടച്ച് നിന്നെ സംരക്ഷിക്കാൻ എന്റെ ദൈവം തന്റെ ദൂതനെ ഈ ആരംഭമാഴ്ച ഇന്ന് ഇറക്കുന്നു. വിശ്വസിക്കാമെങ്കിലും നമ്മൾ പ്രതികരിച്ചു. ഏതോ പ്രാർത്ഥിക്കുന്ന ദാനിയേലുമാർക്കായി ഈ പകൽ ദൂതൻ ഇറങ്ങുന്നു. നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, നിന്റെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്നത് ഓ സാത്താനല്ല. അവൻ നിന്നെ ഈ അമരക്കാരൻ തനിക്ക് വേണ്ടി ചതിക്കിലേക്ക് തിരിക്കുന്നു. ഇന്ന് പകല് നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി പലരും പറയുന്നു, ഇത്രയും കാറ്റ് വന്നിട്ടും. ഞാൻ ഈ കുറുവാക്യത്തിൽ നിന്നാ പറയുന്നേ, ഈ കുറുവാക്യത്തിൽ നിന്നാ ഞാൻ സംസാരിക്കുന്നേ. ദാനിയേലേ, ഇത്രയും ശക്തമായ രേഖ എഴുതിയിട്ടും, ഇത്രയും വലിയ സിംഹം നിനക്കെതിരെ വായ് തുറന്നിട്ടും, ഇത്രയും കാറ്റടിച്ചിട്ടും ഈ 8-ാം മാസവും നീ ജീവനോടെ ഇരിക്കുന്ന എന്താ? വിളിച്ചു പറ, എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്നെ വിടുവിപ്പാൻ, എന്നെ രക്ഷിപ്പാൻ. ജീസസ്, ഇന്ന് പകൽ ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, നിനക്കെതിരെ ശത്രു ഉയർത്തിയ ചില കഴുകുമരങ്ങൾ, അത് ഒരുക്കിയ ഹാമാനെ പണ്ട്. ഇതൊന്നും എന്റെ റെഫറൻസിൽ ഇല്ലാത്തതാ. നിനക്കെതിരെ ശത്രു ഒരുക്കിയ ചില കഴുകുമരങ്ങൾ ഈ 8-ാം മാസത്തിൽ. Glory, glory, glory. കപ്പൽ എത്ര വലിയതാണെങ്കിലും, കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും എന്താ അടിക്കുന്നേ? കൊടുങ്കാറ്റ് അല്ലേ? ഇന്ന് പകല് സ്വർഗ്ഗം ഇടപെടുന്നു. നിനക്കെതിരെ ശത്രു അഴിച്ചുവിടുന്ന കൊടുങ്കാറ്റല്ല ഇനി നിന്നെ നിയന്ത്രിക്കാൻ പോകുന്നേ. ഇന്ന് പകല് വിളിച്ചു പറ, ഈ പടകിന് സ്വന്തം തലയിലോട്ടൊന്ന് കൈവച്ച് പറ, ഈ പടകിന് ഒരമരക്കാരനുണ്ട്. വീശി അടിക്കുന്ന കൊടുങ്കാറ്റല്ല ഇതിനെ തീരുമാനിക്കുന്നത്. ഇത് ഏത് ദിക്കിലോട്ട് തിരിയണമെന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് പകല ദൈവശക്തിയുടെ കൈമാറ്റ്.
കൊടുങ്കാറ്റടിച്ച് ഓടുന്നത് ആയാലും അല്ലേ? ആ വാക്യത്തിൽ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് പറഞ്ഞേ, അമരക്കാരനെ ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. ഒരു വാക്യം ഒന്ന് വായിച്ച്, മത്തായി സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ ഒന്ന് വായിച്ചേ. മത്തായി 8:23 മുതൽ. മത്തായി സുവിശേഷം 8-ാം അധ്യായം. അവൻ ഒരു പടകിൽ കയറിയപ്പോ ശിഷ്യന്മാരെന്ത് ചെയ്തു? കൂടെ ചെന്നു. പടകിൽ എന്ത് ചെയ്തു? എപ്പോഴാ ഓളം ഉണ്ടായേ? എപ്പോഴാ ആന്റി ഓളം ഉണ്ടായേ? പറഞ്ഞേ. യേശു കയറിയ ശേഷവും ഓളം കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴാ ഓളം ഉണ്ടായേ? യേശു കയറുന്നതിന് മുമ്പേ ആണോ? അല്ല, യേശു കയറിയിട്ടും യേശു ഉള്ള പടകിലും എന്ത് ചെയ്തു? ഓളം ഉണ്ടായി. വായിച്ചോ. പടക് എന്ത് ചെയ്തു? തിരകളാൽ മുങ്ങുമാറായി. എവിടെ? അത് നമുക്കറിയാം. അത് മറ്റു സുവിശേഷങ്ങൾ കാണുന്നു. അമരത്ത് തല ചായ്ച്ച്, തല എവിടാ? പറഞ്ഞേ, തല എവിടാ? തമിഴ്നാട്. സ്തോത്ര അമ്മേ. പറഞ്ഞേ, നമ്മുടെ തല ആരാ? നമ്മുടെ തല ആരാ? ക്രിസ്തു. അവൻ തല വെച്ചിരിക്കുന്നത് എവിടാ? നീ ആയിരിക്കുന്ന ഇടത്ത് നിനക്കെതിരെ വലിയ ഓളങ്ങൾ ഉണ്ടായാലും, ശക്തമായ ചില തിരകൾ നിന്നെ മുക്കിക്കളയത്തക്കവണ്ണം നിനക്കെതിരെ തള്ളിക്കയറിയാലും, നിന്റെ അമരത്ത് യേശുവിൻ്റെ തലയാണെങ്കിൽ, ഒറ്റവാക്കി പറയാം, നിന്റെ അമരക്കാരൻ യേശുവാണെങ്കിൽ നിന്റെ പടക് പറഞ്ഞേ മുങ്ങത്തില്ല. എത്ര വലിയ ഓളം വരുന്നുണ്ടെങ്കിലും, എത്ര വലിയ തിരമാല തള്ളിക്കയറുന്നുണ്ടെങ്കിലും, എല്ലാവരും ശ്രദ്ധിക്കണം. അമ്മേ, എത്ര വലിയ ഓളമുണ്ടെങ്കിലും, എത്ര വലിയ തിര തള്ളിക്കയറുന്നുണ്ടെങ്കിലും, അമരത്ത് യേശുവാണേ ഈ പടക്, ഈ കപ്പൽ ചെറിയ കപ്പലാണേലും വലിയ കപ്പലാണേലും, കൊടുങ്കാറ്റ് അടിച്ചോടുന്നതാണേലും, അമരത്തേശുണ്ടേ നീ മുങ്ങത്തില്ല. ഞാൻ ദൂതിലോട്ട് വരുവാ. നീ എന്ത് ചെയ്യത്തില്ല? പറഞ്ഞേ. മുങ്ങാൻ അമരക്കാരൻ സമ്മതിക്കത്തില്ല. ഇനി ഈ ഉണ്ടാകുന്ന ഓളങ്ങൾ, ഈ തള്ളിക്കയറുന്ന തിരമാലകളുടെ ലക്ഷ്യമെന്തെന്നറിയോ? ഈ പടകിനെ എന്ത് ചെയ്യത്തില്ല? അക്കരെ
പടകൊരിടത്തുനിന്ന് പുറപ്പെട്ടാൽ അതിന് എത്തേണ്ട ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒരു ഫ്ലൈറ്റ്, ഒരു അമേൻ സ്തോത്രം, അമേൻ ഹല്ലേലൂയ, അമേൻ സ്തോത്രം. ദുബായിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് അമേൻ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് തിരിച്ചാൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്. ഇവിടെ നിന്നൊരു ഫ്ലൈറ്റ് തിരിച്ചാൽ അത് ദുബായിക്ക് പോകുന്ന ഒരു എമിറേറ്റ്സ് ആണെങ്കിൽ അത് നേരെ അതിൻ്റെ ഡെസ്റ്റിനേഷൻ ദുബായിലായിരിക്കും. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ ഡെസ്റ്റിനേഷനിൽ, ഞാൻ പറഞ്ഞ ദൂതത്തവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അവൻ നിന്നെ ദൈവം എത്തിക്കും എന്ന് പറഞ്ഞ ആ പൊസിഷനിൽ നിന്നെ എത്തിക്കാതെ ഇരിപ്പാൻ, അവിടെ നീ എത്താതെ ഇരിപ്പാൻ, നിനക്കെതിരെ ശക്തമായ കൊടുങ്കാറ്റുകൾ, ശക്തമായ ഓളങ്ങൾ, ശക്തമായ തിരമാലകൾ നിനക്കെതിരെ ശത്രു ഇളക്കി വിടുമ്പോ, ശത്രു ഒരുക്കി വിടുമ്പോ, ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നിന്നെ എവിടെ എത്തിക്കണമെന്ന് ഈ അമരക്കാരൻ അറിയാം. നിന്നെ എവിടെ എത്തിക്കണമെന്ന് അർത്ഥം, നിന്നെ എത്തിക്കേണ്ട പൊസിഷനിൽ, നിന്നെ എത്തിക്കേണ്ട ഡെസ്റ്റിനേഷനിൽ നിന്നെ എത്തിപ്പാൻ ഈ അമരക്കാരൻ അറിയാം. ഈ വലിയ കപ്പലുകൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. ഈ വലിയ കപ്പലുകൾക്കൊരു വിചാരമുണ്ട്, ഞാൻ വലുതാ, അല്ലേ, ഞാൻ വലുതാ, എനിക്ക് ആരത്തിൻ്റെയും സഹായമൊന്നും വേണ്ട. അമ്മേ, പക്ഷെ വചനം പറയുന്നു, നീ വലുതാണേലും അമരക്കാരൻ, കർത്താവ് പറ, നമ്മുടെ കർത്താവ് അമരക്കാരൻ, അമരക്കാരൻ ബോധിച്ച അല്ലേ ദിക്കിലേക്ക് ഇതിനെ തിരിക്കുന്നു. എന്തിനാണ് ഈ തിരിവ്? എന്റെ ചോദ്യം. നമ്മൾ ഭയങ്കരമായിട്ട് നേരത്തെ ആരാധിച്ചുള്ളൂ 8-ാം മാസത്തിൽ തിരിവുണ്ടാവുന്നത്. എന്തിനാ ഈ തിരിവ്? ഈ തിരിവ് വന്നില്ലേ, ഈ തിരിവ് വന്നില്ലെങ്കിൽ നീ വേറെ എവിടെയും അല്ലേ. യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഏറ്റവും അറിയാവുന്ന ഒരു ഭാഗമാണ്, കാണാപ്പാടമായ ഭാഗമാണ്. യോനയോട് ദൈവം പറഞ്ഞു എവിടെ പോണമെന്ന്. നിനവേ പോയി എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. എന്ത് ചെയ്യാം? എന്ത് പ്രസംഗിക്കണം? മോശം വരാൻ പോവാ അല്ലേ, ന്യായവതിയുടെ ദൂത് പ്രസംഗിക്കണം. പുള്ളിക്കാരൻ അവിടെ എത്തിയപ്പോ കണ്ട കപ്പൽ, ഏത് കപ്പലാ? തർസീസിലേക്കുള്ള. കേറി എവിടെ പോവേണ്ടതാ? എവിടെ പോവേണ്ടതാ? ഇപ്പൊ എവിടാ കേറിയേ? അബദ്ധം പറ്റിയതല്ല, മനഃപൂർവ്വം ചെന്ന് കയറിയതാണ് അല്ലേ. നിലവിലേക്ക് അറിയോ ഇവിടുന്ന്? അപ്പൊ ഏതിലാ കയറേണ്ടേ? ഏതിലാ കയറേണ്ടേ? അതിൽ കയറാതെ തർസീസിൽ കയറി, അടിത്തട്ടിൽ പോയി. നല്ല അന്തരീക്ഷമാണ്, ഉറങ്ങാൻ പറ്റിയ അന്തരീക്ഷം. സ്വതന്ത്രം പറഞ്ഞേ. ഈ പുള്ളി അവിടെ ചെന്ന് സുഖമായിട്ട് ഉറങ്ങി. പുള്ളി ഉറങ്ങാൻ തുടങ്ങിയത് ബാക്കിയുള്ളവരുടെ ഉറക്കം. ഇദ്ദേഹം ഉറങ്ങാൻ തുടങ്ങിയതും ബാക്കിയുള്ളവരുടെ ഉറക്കം. എല്ലാരും നിലവിളിയായി. കപ്പൽ ഉടമസ്ഥനും അത് നിയന്ത്രിക്കുന്നവരെല്ലാം അമരക്കാരനെല്ലാം നിലവിളിക്കാൻ തുടങ്ങി. എല്ലാവരും നിലവിളിയായി. എന്താ ഇതിന്റെ സംഭവം? ഇവര് ലിസ്റ്റ് എടുത്തു. യാത്ര ചെയ്യുന്നവരുടെ ലിസ്റ്റ് എടുത്തു. ലിസ്റ്റ് എടുത്തിട്ട് ചീട്ടിട്ടു. ഇതിന്റെ കാരണക്കാരന്റെ ദൈവമേ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ചീട്ടിട്ടു. ചീട്ടിട്ടപ്പോ ആരുടെ പേര് വീണ? യോനയുടെ പേര് വീണു. ഇവർക്ക് ദേഷ്യം വന്നു. ഇവർ
കോപിച്ചുകൊണ്ട് അടിത്തട്ടിലേക്ക് പോയി നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? ദൈവം വിചാരിച്ച, ദൈവത്തിന് ബോധിച്ച ആ തിരിവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ, കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് ബോധിച്ച തിരിവിന് ഏൽപ്പിച്ചു കൊടുക്കാതെ അവൻ അവന്റെ ഇഷ്ടത്തിന് തിരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേര് പറയുന്ന ഒരു വാക്കുണ്ട്, ഏതെന്നറിയോ? മൈ ലൈഫ് മൈ റൂൾസ്. അതുകൊണ്ട് മനസ്സിലായി? ഒന്നുകൂടെ പറയാം. മൈ ലൈഫ് മൈ ലൈഫ് എന്ന് വെച്ചാൽ എന്റെ ജീവിതം എന്റെ തീരുമാനം. ഞാൻ തീരുമാനിക്കാൻ, ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന്. ഈ പരിപാടി ബൈബിളിലില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. യോനയും പറഞ്ഞു മൈ ലൈഫ്. പറഞ്ഞേ, ഇംഗ്ലീഷ് പഠിപ്പിക്കാം, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. സ്വതന്ത്രം. മൈ ലൈഫ് മൈ റൂൾസ്. ഇതും പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങ് ഉറങ്ങുക. സ്വതന്ത്രം. ദൈവം എന്ത് ചെയ്യുന്നറിയോ? ഒരു കാറ്റടിപ്പിച്ചു, കപ്പലുലഞ്ഞു, നിലവിളി ഉയർന്നു, ഇവന്റെ പേര് ചീട്ടു വീണു. ഇവരെല്ലാം കൂടെ വന്ന് ഇവനോട് കോപിച്ചു. ഇവന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടോ? യോനയ്ക്ക് ഐഡന്റിറ്റി ഉണ്ടോ? യോനയ്ക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല. യോനയ്ക്കുള്ള ഏക ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ പ്രവാചകൻ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദാസനാ, ഞാൻ പ്രവാചകനാണ്. ഇതാണ് ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റിയും വെച്ചിട്ട് ആ ദൈവത്തിന് ബോധിച്ച ദിക്കിലേക്ക് പോകാതെ ഇവൻ വേറൊരു ദിക്കിലേക്കുള്ള കപ്പലിൽ കയറി തിരിഞ്ഞു. സ്തോത്രം. ആമേൻ പറഞ്ഞേ. പുള്ളിയോട് ചോദിച്ചു, ഞാൻ നിന്നെ എന്ത് ചെയ്യണം? ഇത് കേട്ടപ്പോൾ അവർക്ക് പേടിയായി. സ്തോത്രം. അതുവരെ കോപിച്ചു നിന്നവർക്കൊക്കെ പേടിയായി. സ്തോത്രം. അവര് ചോദിച്ചു, നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, എന്നെ എടുത്ത് എറിഞ്ഞ കാര്യങ്ങളൊക്കെ ശാന്തോ. സ്തോത്രം. ഇവൻ എന്നിട്ടും പ്രവാചകനായതുകൊണ്ട്, ദൈവത്തിന്റെ ദാസനായതുകൊണ്ട് എടുത്തെറിയാൻ പേടിയാ. സ്തോത്രം. അഭിഷിക്തനെ തൊട്ടാൽ ദൈവം മിണ്ടാതിരിക്കത്തില്ല. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. അഭിഷിക്തനെ തൊട്ടാൽ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ തൊട്ടാൽ, പറഞ്ഞേ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ തൊട്ടാൽ, അഭിഷേകമുള്ളവരെ തൊട്ടാൽ ദൈവം മിണ്ടാതിരിക്കത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നു, ഈ ഭയം ഇവർക്കുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവർ അധ്വാനിച്ചുണ്ടാക്കിയതും അവിടെ അതിനകത്തുണ്ടായിരുന്ന ഭാരമുള്ള ചരക്കുകൾ, എല്ലാ വസ്തുവകകൾ എല്ലാം എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. എല്ലാം എറിഞ്ഞിട്ടും ഒരു ശാന്തതയുമില്ല. ഒടുവിൽ ഇവരൊരു പ്രാർത്ഥന, ദൈവമേ, ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ തലമേൽ വരരുത് എന്ന് പറഞ്ഞ് ഇവനെ പൊക്കിയെടുത്ത് ഇവിടെ ഇട്ടു. ഇവിടെ ഉണ്ടോ എല്ലാവരും? പൊക്കിയെടുത്ത്, യോനയെ പൊക്കിയെടുത്ത് കടലിലോട്ടിട്ടു. വേദപുസ്തകം എഴുതിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്ര, ആമേൻ, ആമേൻ, ആമേൻ. വേദപുസ്തകം എഴുതിയിരിക്കുന്നു, ഒരു മത്സ്യത്തോട് ദൈവം കൽപ്പിച്ചു. എന്തിനാ മനുഷ്യത്തോട് ദൈവം കൽപ്പിച്ചേ? എനിക്ക് ബോധിച്ച ദിക്കിലേക്ക് എനിക്കിവനെ കൊണ്ടുവരണം. ആമേൻ. കേൾക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ ഉപവാസവും ഈ പ്രാർത്ഥന ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ ദൈവം തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അവൻ നമ്മെ തിരിക്കാൻ പോവുകയാണ്. നിന്നെ ഏത് ഡെസ്റ്റിനേഷനിൽ, ഏത് നിലവയിൽ നിന്നെ എത്തിക്കണമെന്ന് ദൈവം പദ്ധതിയിട്ട് അവിടെ എന്റെ ദൈവം നിന്നെ എത്തിക്കുക തന്നെ ചെയ്യും. വായിച്ച വാക്യത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം. എന്താ? വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി അവനു ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്ന്
കർത്താവെ രക്ഷിക്കണമേ. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? യേശു ഉള്ള പടകിനകത്തുനിന്ന് വരുന്ന വിളി സ്തോത്രവും ഹല്ലേലൂയ ആമേനൊന്നുമല്ല. യേശുവുള്ള പടകിനകത്തുനിന്ന് വരുന്ന വിളി എന്താ? യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നു. ഞാൻ ഒന്നുകൂടി ചേർക്കാം, നിനക്ക് വിചാരമില്ലയോ? വായിച്ചേ, താഴോട്ട് വായിച്ചേ. അവനെ എന്ത് ചെയ്തു? ഉണർത്തി. ഉറക്കെ പറഞ്ഞേ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുത്തു പറഞ്ഞേ, വീട്ടിൽ യേശു ഉറങ്ങുവാണെങ്കിൽ ഉണർത്തിക്കോളാം ഒന്ന് പറഞ്ഞേ. ഒരു ദൂത് പറഞ്ഞേ. അങ്ങനെയെങ്കിലും അടുത്തിരിക്കുന്നവരെങ്കിലും ഉണരട്ടെ, ഉറങ്ങുന്നവരെങ്കിലും ഉണരട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പൊ യേശുവിനെ അവൻ എന്ത് ചെയ്തു? ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ. ഈ വിളി കേട്ടപ്പോ അവന് വിചാരിച്ചാണ് ഉണർത്തണ്ടായിരുന്നു. നിങ്ങൾ കേട്ടില്ല, കേട്ടവര് മാത്രമേ ചിരിച്ചുള്ളൂ. ആമേ. ഇപ്പോഴും ഉറങ്ങിയിരിക്കുന്നവരുണ്ടാരോ? സ്തോത്രം, ഹല്ലേലൂയ, ആമേ, ആമേ, സ്തോത്രം. തട്ടി ഉണർത്തി. ഉണർന്ന ഉടനെ ചോദിക്കുന്ന ഇവര് വിചാരിച്ചു ഉണർന്ന ഉടനെ ഇപ്പൊ ശ്വാസം ഞാൻ അല്ലേ? യേശുവിന്റെ നാമത്തിൽ വന്ന ചോദ്യം എന്താ? വാക്കെന്താ? അല്പവിശ്വാസികളെ. നിങ്ങൾ. പത്രോസൊക്കെ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാ ഒന്നാമത്തെ ആള് അല്ലേ? എന്റെ കയ്യില്, ഞാൻ എന്നോട് ചേർത്താ പറയുന്നത്, എന്റെ കയ്യിൽ എന്തുണ്ട്? കത്തിയൊക്കെ ഉണ്ട്. അത്യാവശ്യം വന്നാൽ അങ്ങനെ പറഞ്ഞു നിന്നവനെ ആദ്യം വിളിച്ചത്. അവനോട് ആ കർത്താവ് പറയുന്നേ, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്തിനെന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ്. ഇന്ന് പകൽ ചില കുടുംബങ്ങളെ നോക്കി ഞാൻ പറയുന്നു, യേശു ഉണരട്ടെ, യേശു എഴുന്നേൽക്കട്ടെ. നിന്റെ ഭവനത്തിനകത്ത് കർത്താവ് എഴുന്നേൽക്കട്ടെ. ഇന്ന് പകൽ അവൻ എഴുന്നേറ്റാൽ നിനക്കെതിരെ അടിച്ച ചില കാറ്റുകൾ. അടുത്ത വായിച്ചേ. കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ 8-ാം മാസം നിന്നുകൊണ്ട് ഞാൻ ചിലരത് വിരൽ ചൂണ്ടി പ്രവചിക്കുന്നു. നിന്റെ വീട്ടിനകത്ത് വലിയ ശാന്തത. ഇന്ന് ശാന്തത അനുഭവിക്കാത്ത പല വിഷയങ്ങളിലും, ഇന്ന് ശാന്തത ഇല്ലാത്ത പല കാര്യങ്ങളിലും ഒരു വലിയ ശാന്തത ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോവുകയാണ്. വായിച്ചേ. സ്വതന്ത്രം പറഞ്ഞേ. എവിടെത്തി? എന്നാ കാറ്റടിച്ചല്ലേ അല്ലേ? കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിവിടെ ഇല്ല. എന്ത് കാറ്റാ ശക്തിയോടടിച്ചേ? പക്ഷെ ഇന്ന് പകലത്തെ ദൂത് നിന്നെ എത്തിക്കേണ്ടിടത്തവൻ എത്തിക്കും. അങ്ങനല്ലേ അരി വായിച്ചേ? ഗദരദേശത്ത് എത്തിയാറേ. ഈ ഗദരദേശത്ത് നിന്നെ എത്തിക്കാതിരിക്കാനാ ഈ കാറ്റുവത്വം വന്നേ. ഇന്ന് പകൽ എഴുതിയിട്ടോ, അമരത്ത് യേശു ഉണ്ടെങ്കിൽ നിന്നെ എത്തിക്കേണ്ടിടത്തവൻ എത്തിക്കുക ചെയ്യും. ഇന്ന് പകൽ ആരോടൊക്കെയോ കർത്താവ് ഇന്ന് പകൽ ഇങ്ങനെ സംസാരിക്കുന്നു.
പല മേഖലകളിലും എത്തപ്പെടാൻ ആഗ്രഹിച്ചിട്ടും പലപ്പോഴും എത്തപ്പെടാൻ കഴിയാതെ ഏതൊക്കെയോ ചില കാറ്റുകൾ പകുതിയിൽ വെച്ച് നിന്നെ തടയാൻ, പകുതിയിൽ വെച്ച് നിന്നെ മുടക്കാൻ, പകുതിയിൽ വെച്ച് നിന്നെ തകർത്ത് കളയാൻ ചില കാറ്റുകൾ നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ആ കാറ്റുകളെ ഞാൻ ശാസിച്ചുകൊണ്ട് അമരക്കാരൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ആ കാറ്റുകളെ ശാസിച്ചുകൊണ്ട് നിന്നെ എത്തിക്കേണ്ട ഇടത്ത് ഇന്ന് പകൽ എത്തിക്കുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ധൂപറിയിക്കുകയാണ്. എനിക്കറിയില്ല, കർത്താവ് ഇങ്ങനെ പറയുന്നു, പല പട്ടണങ്ങളിൽ നീ കാൽ വെക്കേണ്ടതുണ്ട്, പല രാജ്യങ്ങളിൽ നീ കാൽ വെക്കേണ്ടതുണ്ട്, പല മേഖലകളിൽ നീ കാൽ വെക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെയൊന്നും നിന്നെ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് ചില കാറ്റുകളെ പിശാചി നാളുകളിൽ അടിച്ചുവിടുമ്പോ നിന്റെ അമരത്ത് കർത്താവ് ഉണ്ടെങ്കിൽ, നിന്റെ അമരക്കാരൻ യേശുവാണെങ്കിൽ അവൻ അവനെ ബോധിച്ച ദിക്കിലേക്ക് അവൻ നിന്നെ തിരിക്കാൻ പോകുന്നു. ഈ നാളുകളിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും കർത്താവ് ഇന്ന് പകൽ പറയുന്നു, എവിടെ നിന്നൊക്കെയോ വരുന്ന ചില കാറ്റുകൾ. വ്യക്തമായി ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഞാനിത് പറയുന്നേ. ഒരു വളരെ എന്നെക്കാൾ ഉയരമുള്ളൊരു പരിച, ഒരു യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പരിച പോലെ ഒരു പരിച കൊണ്ട് ദൈവം ഏതൊക്കെയോ കാറ്റുകളെ ബ്ലോക്ക് ചെയ്യുന്നു. ഞാൻ ശുശ്രൂഷ ആരംഭിച്ച നിമിഷം മുതൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ കണ്ടുകൊണ്ടത് ഫീൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഏതോ ഒരു പരിച കൊണ്ടെന്ന പോലെ ആമേൻ. എവിടെ നിന്നൊക്കെയോ അടിക്കുന്ന കാറ്റ് നിന്നെ പല ഇടങ്ങളിലും എത്തിക്കാൻ, പല പൊസിഷനുകളിൽ എത്തിക്കാൻ, പല മേഖലകളിൽ നിന്നെ എത്തിക്കാൻ. ആമേൻ, സ്തോത്രം. ആമേൻ. പട്ടണങ്ങളിൽ, ചില കരകളിൽ, ചില രാജ്യങ്ങളിൽ നിന്നെ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നാൽ അവിടെ നിന്നെ എത്തിക്കത്തില്ലെന്ന് ചില കാറ്റുകൾ നിനക്കെതിരെ വീശി അടിക്കുമ്പോ, ചില തിരകൾ നിനക്കെതിരെ തള്ളിക്കയറുമ്പോ കർത്താവ് പറയുന്നു, ഞാനതിനെ ശാസിച്ച് കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ കാണുന്ന അപ്പോസ്തലനാകുന്ന പൗലോസ് അല്ലെങ്കിൽ അഭിഷിക്തന്മാർ ആ ഭാഗം വായിച്ചേ. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും, പെട്ടെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 5-ാം വാക്യം അവിടെ ഒരു തിരിവ് നമ്മൾ കാണുന്നു. അവർ ആസയിൽ വചനം അവ എവിടെ പ്രസംഗിക്കണമെന്നായിരുന്നു ഇവരുടെ പ്ലാൻ. സഭ എന്താ പ്ലാൻ ചെയ്തിരുന്നേ? അഭിഷിക്തന്മാർ എന്താ പ്ലാൻ ചെയ്തിരുന്നേ? ആസിയിൽ പോയി വചനം. നമ്മളെപ്പോഴും പറയുന്നത് എവിടെ പ്ലാറ്റ്ഫോം കിട്ടിയാലും പ്രസംഗിക്കും. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വായിക്കുന്ന ഇങ്ങനെ, അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുത്. ചില സ്ഥലങ്ങളിൽ ദൈവം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അകത്തെ ആ സുവിശേഷത്തിനുള്ള ദാഹം കൊണ്ടാ ചില സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നേ നമ്മള് പ്രസംഗിക്കാനൊന്ന് വിചാരിക്കുന്നേ. പക്ഷെ ദൈവം അത് എന്താ അടുത്ത് പറയുന്നത്? അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ഇത് ബന്ധനമല്ല, ഇത് പോരാട്ടമല്ല. മനസ്സിലായോ? ചില വിലക്കുകൾ പോരാട്ടമല്ല. നമ്മൾ പോരാട്ടം തെറ്റിദ്ധരിക്കുന്നതാ. ചില വിലക്കുകൾ ദൈവമായിട്ട് വിലക്കുന്നതാ. അടുത്ത് എന്ത് ചെയ്തു? ഫുഗയിലും ഗലാത്യ ദേശത്തിലും കൂടി നിങ്ങൾ നോക്കണേ, ആസയിൽ പോയി പ്രസംഗിച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് പ്രസംഗിച്ചിട്ട് ഇങ്ങനെ പോരുമായിരുന്നു.
എവിടെയൊക്കെ പോകേണ്ടി വന്നു? എവിടെയൊക്കെ പോകേണ്ടി വന്നു? കേട്ടില്ല. ഫ്രുഗയിലും വല്ലാത്തൊരു കറക്കമായി പോയല്ലേ, വല്ലാത്തൊരു, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വല്ലാത്തൊരു ചുറ്റ് എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ കണ്ണിൽ ഇത് വളരെ ഈസിയാ എന്ന് ചിന്തിക്കുന്ന ചില സ്ഥലങ്ങളിൽ ദൈവം നമ്മളെ വിലക്കി കഴിയുമ്പോൾ ഇച്ചിരി കറക്കം വരും, ഇച്ചിരി കറങ്ങേണ്ടി വരും, ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ, പക്ഷെ ഇവര് വെയിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. അടുത്ത് 7-ാം വാക്യത്തിൽ ഇരിക്കുന്നു, മുസീലെത്തി ബിദുന്യയ്ക്ക് പോകാൻ ശ്രമിച്ചു. ആരാ ശ്രമിച്ചേ? അഭിഷിക്തന്മാർ ശ്രമിച്ചു. അടുത്ത് യേശുവിന്റെ ആത്മാവോ അവരെ എന്ത് ചെയ്തില്ല? ഞാൻ വായിച്ചു വിടട്ടെ. നിന്നെ മക്കെദോന്യയിലേക്ക് അയക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുമ്പം, മനസ്സിലാവുന്നുണ്ടോ? ഒരു പട്ടണത്തിന്റെ നടുവിൽ നിന്ന് നിർത്താൻ ദൈവം പദ്ധതിയിട്ടിരിക്കുമ്പോ, ഇന്ന് പകൽ ഞാൻ ദൂതിലേക്ക് തിരിച്ചു വരട്ടെ. ചില തിരിവുകൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. ചില തിരിവുകൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. നമ്മൾ ചിന്തിക്കാത്തൊരു തിരിവിലേക്ക് ദൈവം നമ്മളെ തിരിച്ചുവിടാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ. ഒരു തിരിവ് ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകാൻ പോകുന്നു. എല്ലാ കണ്ണുകളും ഇന്ന് പകൽ ദൈവസന്നിധിയിൽ അടച്ചേ. ഈ വചനത്തിന്റെ മുൻപാകെ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്തേ. Oh, we praise you, Lord. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ നീ എന്നെ തിരിക്കണം, നീ എന്നെ തിരിക്കണം, ഞാൻ അറിയാത്ത ദിക്കിലേക്ക് നീ എന്നെ തിരിക്കണം. ഓ, ഭർത്താവിന്റെ ഇഷ്ടത്തിനല്ല, ഭാര്യയുടെ ഇഷ്ടത്തിനല്ല, അപ്പന്റെ അമ്മയുടെ ഇഷ്ടത്തിനല്ല, അടുത്തിരിക്കുന്ന വിശ്വാസിയുടെയോ പാസ്റ്ററിന്റെയോ ഇഷ്ടത്തിനല്ല. ഹല്ലേലൂയ. നമ്മുടെ അമരക്കാരൻ, ആമേൻ, അവനെ ബോധിച്ച ദിക്കിലേക്ക്, അമരക്കാരനെ ബോധിച്ച ദിക്കിലേക്ക് എല്ലാവരും പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ വിശ്വസിക്കുന്നു, ഇന്നലകളിൽ ജീവിതത്തിന്റെ നേർക്ക് ആഞ്ഞടിച്ച ചില കാറ്റുകൾ നിന്നെ തകർക്കാനല്ല ദൈവ പൈതലേ, നിന്നെ തകർക്കാനല്ല ദൈവം അത് അനുവദിച്ചത്. ആ കാറ്റിനെ ദൈവം അനുവദിച്ചത് ഈ നാളുകളിൽ നിന്റെ ലൈഫിൽ ഒരു വലിയ തിരിവുണ്ടാക്കാനാ, ഒരു വലിയ തിരിവുണ്ടാകാനാ, ഒരു വലിയ തിരിവുണ്ടാകാനാ. പ്രാർത്ഥിച്ചേ. ചില മിനിറ്റുകൾ എല്ലാ വായ്കളെ തുറന്ന്, എല്ലാ തരങ്ങളും ചലിക്കട്ടെ. വായ്കളെ തുറന്ന് പ്രാർത്ഥിച്ചേ. വായ്കളെ തുറക്കട്ടെ, വായ്കളെ തുറക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഓ ഈ ദൂരി ഇതിനകത്ത് നിവർത്തിയാകട്ടെ, ഈ ദൂരി ഇതിനകത്ത് നിവർത്തിയാകട്ടെ, ഈ ദൂരി ഇതിനകത്ത് നിവർത്തിയാകട്ടെ, ഈ ദൂരി ഇതിനകത്ത് നിവർത്തിയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ജീവിതങ്ങളിൽ വലിയ തിരിവുണ്ടാകട്ടെ. ഓ, അമരക്കാരനെ ബോധിച്ച ദിക്കിലേക്ക് ചിലരെ അവൻ തിരിക്കുന്നു, അവൻ തിരിക്കുന്നു, അവൻ തിരിക്കുന്നു, അവൻ തിരിക്കുന്നു. ഓ